ജയസൂര്യ എന്ന നടൻ അഭിനയിച്ച ഗുലുമാൽ എന്നൊരു മൂവി കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമ്മുടെ രാജാ രവിവർമ്മ അതുപോലെയുള്ളൊരു വലിയൊരു വിഖ്യാതമായ ഫോട്ടോ യൂസ് ചെയ്തിട്ട് ഒറിജിനലാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് പൈസ അടിച്ചു മാറ്റാൻ നോക്കുന്നതും, അതുപോലെ തന്നെ അതിൽ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ആ ഒത്തൻറ്റിസിറ്റി, ആ ആർട്ടിൻ്റെ ഒത്തൻറ്റിസിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നത് എല്ലാം നമ്മൾ ആ സിനിമയിൽ കണ്ടു. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരു ഫിസിക്കൽ ആർട്ട് അത് എത്ര നല്ല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്താലും അതിൻ്റെ ഉടമസ്ഥാവകാശം, ആരുടെയാണ് ക്രിയേഷൻ, അതുപോലെ തന്നെ ആരാണത് മേടിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ചാലഞ്ചായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും അത് വലിയൊരു ചാലഞ്ചിങ് തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു ഡിജിറ്റൽ ആർട്ട് അല്ലെങ്കിൽ ആർട്ട് ഉണ്ടാക്കുന്നത് ഡിജിറ്റലായിട്ടാണെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ ആ ക്രിയേറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് മേടിച്ചവരുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് എന്നും ഒരു മാറ്റവുമില്ലാതെ സൂക്ഷിക്കാനും കഴിയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതിനെയാണ് NFT അല്ലെങ്കിൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്ന് വിളിക്കുന്നത്. ഈ നോൺ ഫഞ്ചിബിൾ ടോക്കൺ ക്രിയേറ്ററുടെ ഓണർഷിപ്പ് മാത്രം കീപ്പ് ചെയ്യുകയല്ല, അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് പണം ഉണ്ടാക്കുന്ന NFT ക്രിയേറ്റേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് NFT നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്താണെന്നും അത് എങ്ങനെയാണ് ഇത്രയും വാല്യൂ സെറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നും ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നും എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ വാട്ട് ഈസ് NFT എന്നുള്ളത് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. NFT അല്ലെങ്കിൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് ആർ നത്തിങ് ബട്ട് എ ഡിജിറ്റൽ അസെറ്റ് such as cryptocurrency that represents wide range of unique, tangible and intangible items. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡിജിറ്റൽ അസെറ്റ് എന്ന് പറയുന്നത് എന്താണ്? അസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലാൻഡ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു അസെറ്റാണ്. ലൈക്ക് എ ക്രിപ്റ്റോ കറൻസി, നമ്മൾ ബിറ്റ് കോയിൻ മേടിച്ച് വയ്ക്കുന്ന അറിയാം, ഇഥേറിയം എന്ന കോയിൻ ക്രിപ്റ്റോ കറൻസി മേടിച്ച് വയ്ക്കുന്ന അറിയാം. അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ അസെറ്റ് തന്നെയാണ് ഈ NFT എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഈ അസറ്റിനെ റെപ്രസെൻ്റ് ആക്കി വെക്കുന്നത് നമുക്ക് ഒന്നുകിൽ ആർട്ടായിരിക്കാം, നമ്മളുടെ ഒരു പിക്ചർ, ഇമേജ്, ഒരു ആർട്ടിസ്റ്റിൻ്റെ ആർട്ടായിരിക്കാം, മ്യൂസിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജിഫ് ഫയൽ നിങ്ങൾക്കറിയാം, മൂവ് ചെയ്യുന്ന ഇമേജസ്, അതുപോലെ തന്നെ വീഡിയോ ആവാം. ഒന്നും പറയേണ്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്വീറ്റ്, അതായത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്വിറ്റർ മെസ്സേജ് തന്നെ വിറ്റുപോയിരിക്കുന്നത് NFT ആക്കി കൺവേർഷൻ ചെയ്തതിന് ശേഷം അത് ഓപ്ഷന് പോയത് കോടികൾ രൂപയ്ക്കാണ്. അപ്പോൾ ഇതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അസറ്റുകൾ നമുക്ക് NFT എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി NFT എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ രാജാവ് രവിവർമ്മയുടെ ഒരു പെയിൻറ് കയ്യിൽ വയ്ക്കുന്നത് പോലെ ഒരു ഡിജിറ്റൽ ആർട്ട് അല്ലെങ്കിൽ മ്യൂസിക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് മേടിച്ച് നമ്മളുടെ കയ്യിൽ വയ്ക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ അതിന് വിലമതിക്കാത്ത വില ഓപ്ഷന് വെച്ചിട്ട് നമുക്കത് നേടിയെടുക്കാനും പറ്റും. ഇത് തന്നെയാണ് ഒരു ഡിജിറ്റൽ ആർട്ടിന് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ NFT അല്ലെങ്കിൽ നോൺ ഫഞ്ചിബിൾ ടോക്കൺസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദിസ് ഈസ് നോൺ ഇന്റർഓപ്പറബിൾ. അത് എന്താണ് ഇതിൻ്റെ മീനിങ്? സാധാരണ നമുക്കൊരു നമ്മളൊരു എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളതല്ല NFT. കാരണം ഓരോ NFTയും യുണീക്കാണ്. അതായത് ഞാൻ ഒരു ആർട്ടിസ്റ്റ് രണ്ട് സെയിം ടൈപ്പ് ആർട്ട് തന്നെ ഉണ്ടാക്കിയാലും അതിനെ NFT ആയി കൺവേർട്ട് ചെയ്താൽ ആ രണ്ട് ആർട്ടും ഡിഫറെൻറ്റ് NFTs ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വിത്ത് അനദർ NFT ആയിട്ട് പറ്റില്ല. ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ ഒക്കെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞു ഇതൊരു ക്രിപ്റ്റോ കറൻസി പോലത്തെ ഒരു സാധനമാണെന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോർ 1 ബിറ്റ് കോയിൻ നമുക്ക് മറ്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ NFT നമുക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫെസ്റ്റീവ് ടിക്കറ്റ്, നമ്മളൊരു ഫെസ്റ്റിവലിന് ടിക്കറ്റ് എടുക്കുന്നത് പോലെ
നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ടിക്കറ്റിൽ നമ്മുടെ ഡേറ്റും വെന്യൂവും അതുപോലെ തന്നെ ഏത് ഈവൻ്റാണ് കാണാൻ പോകുന്നത്, നമ്മളുടെ പേരെന്താണ് എന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതൊരു യുണീക്ക് ടിക്കറ്റാണ്, നോട്ട് ലൈക്ക് എ കോയിൻ. അപ്പോൾ എല്ലാ NFTസും യുണീക്ക് ആയിരിക്കും ഇൻ നേച്ചർ. രണ്ടാമത്തത് ഇൻഡിവിസിബിൾ. ക്രിപ്റ്റോ കറൻസി ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഒരു 500 റുപ്പീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 1000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്കത് 500 × 500 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു ഫോം ഓഫ് ഡിജിറ്റൽ അസറ്റ് തന്നെയാണ് NFT. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, അത് തന്നെയാണ് എല്ലാവരും NFT ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദിസ് ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ. ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അതായത് ഞാനൊരു ആർട്ട് ഉണ്ടാക്കിയിട്ട് അത് NFT ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടായിരിക്കുന്ന അതിൻ്റെ ഡേറ്റ, ആരാണ് ഒറിജിനൽ ക്രിയേറ്റർ, ആരുടേതാണ് ഇപ്പോഴത്തെ കറണ്ട് ഓണർഷിപ്പ്, ഇത് ബ്ലോക്ക് ചെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റെക്കോർഡ്സ് ആണ് വിച്ച് കനോട്ട് ബി ഡിസ്ട്രോയിഡ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും ആരാണ് ട്രാൻസാക്ഷൻ ചെയ്തത് എന്നുള്ളതെല്ലാം ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിസ് ഈസ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു കാര്യമാണ് ദിസ് ഈസ് വെരിഫയബിൾ. വെരിഫയബിൾ എന്ന് പറഞ്ഞാൽ എനി ടൈം ആഫ്റ്റർ 10 years or 20 years ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, എത്ര കോപ്പീസ് ഉണ്ടെങ്കിലും ആരാണ് ഇതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ, ആരുടേതാണ് ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം, അതായത് ഓണർഷിപ്പ് വി ക്യാൻ ബൈ, അതിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ രാജാ രവിവർമ്മയുടെ പിക്ചർ നമ്മൾ മേടിക്കുമ്പോൾ രാജാ രവിവർമ്മ ഈസ് ദ ക്രിയേറ്റർ, നമ്മൾ എന്താണ് ഓണർഷിപ്പ് നമ്മുടേതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഡോക്യുമെന്റ് ചെയ്തുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഡിജിറ്റലി വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ NFT എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്, അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ NFTs അല്ലെങ്കിൽ നോൺ ഫങ്ജിബിൾ ടോക്കൺസ് അല്ലെങ്കിൽ നോൺ ഫങ്ജിബിൾ കോയിൻ always connected with or associated with a blockchain technology. Blockchain technology നിങ്ങൾക്കറിയാം, ഒരുപാട് ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസീസ് അവൈലബിൾ ആണെങ്കിലും കൂടുതൽ NFTs അസോസിയേറ്റ് എപ്പോഴും ഇഥേറിയം, ബിറ്റ് കോയിൻ പോലെ മറ്റൊരു കറൻസിയാണ് ഇഥേറിയം എന്ന് പറയും. ഇഥേറിയം നെറ്റ്വർക്കിലാണ് ഇത് കൂടുതലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു, ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്രിയേറ്ററാണ്, ഞാനൊരു ഡിജിറ്റൽ ആർട്ട് ക്രിയേറ്റ് ചെയ്തു, അതിന് NFT ആയിട്ട് ഞാൻ ബ്ലോക്ക് ചെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എൻ്റെ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. കോപ്പി റൈറ്റ് ക്രിയേറ്ററിൻ്റെ പേരിലായിരിക്കും, അത് റെക്കോർഡ് ചെയ്തിരിക്കും അതിനകത്ത്. ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ ഇത് റെക്കോർഡ് ചെയ്തിരിക്കും. എനിക്ക് ഐ ക്യാൻ മേക്ക് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഓഫ് ദ സെയിം ആർട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തും, അതെല്ലാം ഡിഫറെൻറ്റ് NFT ആയിട്ട് ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിൽ വന്നിരിക്കും. അപ്പോൾ ഇതൊരു ക്രിപ്റ്റോ നെറ്റ്വർക്കിൽ വരുമ്പോൾ ഇതിന് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഒരാളെടുത്ത് മറ്റൊരാളിത് മേടിക്കുകയാണ്. സപ്പോസ് ദേ ലൈക്ക് ദിസ് NFT ആൻഡ് ദേ പർച്ചേസ് ഇറ്റ്, ആ ഓണർഷിപ്പ്, ആ ലൈസൻസ് അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓണേഴ്സിന് അല്ലെങ്കിൽ ഓണർഷിപ്പ് ഉള്ള ആൾക്ക് ഇതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കുമ്പോൾ ഹി നീഡ്സ് ടു ഗെറ്റ് ദ അപ്രൂവൽ ഫ്രം ദ ക്രിയേറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് നെറ്റ്വർക്ക്, ആരൊക്കെയാണ് ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ഓത്തറൈസേഷൻ കിട്ടി, അങ്ങനെ ചെയ്യുന്ന കംപ്ലീറ്റ് ഒരു ഒത്തൻറ്റിക്കേറ്റഡ് നെറ്റ്വർക്ക് തന്നെയാണ് NFT ടോക്കൺസ് അല്ലെങ്കിൽ ഈ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു റിയൽ ലൈഫ് കളക്റ്റബിൾ നമ്മൾ കളക്ട് ചെയ്ത് വെക്കാറില്ലേ, റിയൽ ലൈഫ് വളരെ എക്സ്പെൻസീവ് ആയുള്ള വാച്ച് കളക്ട് ചെയ്ത് വെക്കും, ആർട്ട് കളക്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഡിജിറ്റൽ ആർട്ടും മ്യൂസിക് ആണെങ്കിലും എൻ്റെ പേരിൽ എത്ര കാലത്തേക്കും വെക്കാൻ പറ്റും. അതിന് വാല്യൂ കൂടുന്നതിനനുസരിച്ച് എനിക്ക് വിൽക്കാനും പറ്റും ആ വാല്യൂ. അപ്പോൾ നിങ്ങളുടെ ഓണർഷിപ്പിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ നെറ്റ്വർക്കിൽ വെക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ലൈസൻസ്. നമ്മൾ ഡിജിറ്റൽ കോൺട്രാക്ട്സ് വെച്ചിട്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഈ ക്രിയേറ്റർക്ക് കിട്ടാം എന്നുള്ളതൊക്കെ നമുക്ക് ഡിജിറ്റൽ കോൺട്രാക്ട് വഴി സെറ്റ് ചെയ്താൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ക്രിയേറ്ററിന് ഒരു റോയൽറ്റി പോലെ എമൗണ്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ നെറ്റ്വർക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈ NFTs ആർ സോ ഇമ്പോർട്ടൻറ്റ് നൗഡേയ്സ് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫോർ എൻ ആർട്ടിസ്റ്റ്, റിയൽ ആർട്ടിസ്റ്റിന് എപ്പോഴുള്ള ചാലഞ്ചസ് ആയിരുന്നു അവരുടെ ആർട്ടിനെ, അവരുടെ ഓണർഷിപ്പിനെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ അഡ്വാൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്നോവേഷൻ കാരണം ഇന്ന് നമുക്കത് ഈ NFTയിലൂടെ സാധ്യമാണ്. ഏത് കാലത്തും ഒരു ആർട്ടിസ്റ്റിൻ്റെ റൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ റോയൽറ്റി നമുക്ക് കീപ്പ് ചെയ്യാനും അവർക്ക് റെന്യൂമറേറ്ററി ചെയ്യാനും ഡിജിറ്റലി നമുക്ക് ഇന്ന് കഴിയുന്നതാണ് ത്രൂ NFT. അതുപോലെ തന്നെ
മറ്റൊരു ഓണർഷിപ്പ്. നമ്മൾ നമ്മളൊരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മളൊരു നല്ലൊരു ഫിസിക്കൽ അസറ്റ് നമ്മൾ മേടിച്ചാൽ, നമ്മുടെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയാൽ നമുക്ക് അതിൻ്റെ അസറ്റ് നമ്മുടെ കയ്യിലില്ല, നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്നെ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ ഡിജിറ്റൽ ആർട്ട് നമ്മളൊരു ഓണർഷിപ്പ്, നമുക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് എന്നും നിങ്ങളുടെ പേരിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു കളക്റ്റബിൾ ഡിജിറ്റലി മേടിച്ചാൽ അതിന് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് NFTs ആർ വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു NFT മേടിച്ചു, വെരി ഇമ്പോർട്ടൻറ്റ് ആൻ ആർട്ട് വിച്ച് ഐ റിയലി ലൈക്ഡ്, ഞാനത് കീപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പൈസ, ഇത് നമ്മൾ ഈ ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാം, നമുക്ക് ഇതിൻ്റെ റേറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരാൾ ഇത് മേടിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ട്, ഒരു 5 years later ദേ സീ ദാറ്റ് ദിസ് ഡിജിറ്റൽ ഐ വാണ്ട് ഓണർഷിപ്പ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പൈസ ഇതിന് കൂടുന്നത്. അപ്പോൾ എനി ടൈം യു ക്യാൻ ഓൾസോ, ആസ് എൻ ഓണർ, യു ക്യാൻ ഓൾസോ മേക്ക് മണി ഔട്ട് ഓഫ് ദിസ് NFTs. അപ്പോൾ ഈ NFTസിന് എങ്ങനെയാണ് ഇത്രയും വാല്യൂ വരുന്നത്? എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണിത്. ഇതിൻ്റെ 2 തരത്തിൽ നമുക്ക് ഉത്തരം പറയാം. ഒന്ന്, ഇതൊരു പെർസെപ്ഷനിലൂടെ കിട്ടുന്ന വാല്യൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അറിയാം, കൊച്ചിയിലൊരു AK-47 എന്ന് തുടങ്ങുന്ന നമ്പറിന് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, വെഹിക്കിളിൻ്റെ നമ്പറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ആർട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, നമ്മളൊരു സ്പെസിഫിക് ആർട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് എത്രയും, അവർക്ക് രാജാരവിവർമ്മയുടെ പിക്ചർ പൈസ ഇടുന്ന പോലെ തന്നെ നമുക്കൊരു ഡിജിറ്റൽ ആർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഉണ്ടാവും. ഇതിൻ്റെ വാല്യൂ എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് തന്നെയാണ്. അതായത് ഒരു ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് കൂടുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക് എനി അതർ കമ്മോഡിറ്റി. അപ്പോൾ ഇതിനകത്ത് ഒരു ആർട്ട് കണ്ടു, അതൊരു ഗെയിമിംഗ് ടീം, ഗെയിമേഴ്സ് യൂസ് ചെയ്യാണ് ഫോർ ദെയർ ഗെയിമിംഗ് പ്രോഡക്ട്സിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അവരത് മേടിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ വില കൂടും. മറ്റൊരു തരം ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും. ഐ വിൽ ഓൺ ദിസ് എ ഗുഡ് ആർട്ട്. നമ്മളങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ ബിൽഡ് ചെയ്തിട്ട് ഈ ഗുഡ് ആർട്ട് മേടിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കളക്റ്റബിൾസ്, നമ്മളൊരു വാച്ച്, നല്ലൊരു വാച്ചൊക്കെ, വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ വാച്ചൊക്കെ കളക്ട് ചെയ്യുന്ന പോലെ നമുക്കൊരു ഡിജിറ്റൽ ആർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്റ്റബിൾസ് ആയിട്ട് പൈസ ചിലവാക്കി മേടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ ഡിമാൻഡ് വരുമ്പോൾ ഈ ആർട്ടിന് വില കൂടുകയും, അങ്ങനെയാണ് ഇത്രയും വലിയൊരു, ഫോർ എക്സാമ്പിൾ, ആ ട്വീറ്റ്, ഞാൻ പറഞ്ഞ ട്വീറ്റിന് പൈസ കൂടാൻ കാരണം തന്നെ ട്വിറ്ററിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ക്രിയേറ്ററാണ്, ഫസ്റ്റ് ട്വീറ്റാണത്. അപ്പോൾ അത് NFT ആക്കി മാറ്റിയപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ഇൻവെസ്റ്റേഴ്സ് കണ്ടു. അങ്ങനെയാണ് അത് മേടിച്ചിട്ട് ഇത്രയും മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വില കൂടിയ NFTs ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഡ്രാഗണിൻ്റെ ക്രിപ്റ്റോ കിറ്റി എന്ന് പറയുന്ന ഒരു പൂച്ച നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം. നിങ്ങൾക്ക് ഇതിനൊരു വലിയ വാല്യൂ ഒന്നും തോന്നുന്നില്ലെങ്കിലും ഇത് വിറ്റ് പോയത് 600 ഇഥേറിയംസിനാണ്. 600 ഇഥേറിയം, ഒരു ഇഥേറിയം വർത്ത് $4,000. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എത്ര വാല്യൂ ഇതിനുണ്ടാവും. നിങ്ങൾ കേട്ട് കാണും, ഈയിടെ അമിതാഭ് ബച്ചൻ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ടാക്കിയ പോയംസ്, റൈറ്റ് ചെയ്ത പോയംസ് പുള്ളി തന്നെ അങ്ങേര് തന്നെ റിസർച്ച് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങേരുടെ വോയിസിൽ റെക്കോർഡ് ചെയ്ത് NFT ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇറ്റ് വാസ് സോൾഡ് ഫോർ, അല്ലെങ്കിൽ ഓപ്ഷന് വെച്ചിരിക്കുന്നത് 7.8 crore rupees ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് NFT കഥകൾ നമുക്ക് ഇന്ന് കേൾക്കാൻ പറ്റും. ഇനി ഫൈനലി നമുക്ക് NFTസിനെ പറ്റിയോ പറഞ്ഞപ്പോൾ, ഇനി ഫൈനലി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. NFTയുടെ എക്സ്പേർട്സ് തന്നെ ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഇത്രയും കൂടുന്നത് എന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത NFTക്ക് പൈസ കുറഞ്ഞു എന്നുള്ളത് ചോദിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതായത് സപ്ലൈ കൂടുമ്പോൾ ഡെഫിനറ്റ്ലി പ്രൈസ് കുറയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈസ് വേരിയേഷൻ ഈസ് എ പ്രോബ്ലം. അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ നഷ്ടപ്പെട്ടവരൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഫിസിക്കൽ ആർട്സിനൊന്നും NFT ആക്കി മാറ്റാൻ അത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ NFT
ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ഹാസ് ഗിവൺ ഇനോർമസ് ഓപ്പർച്യൂണിറ്റീസ് ടു ദ മ്യൂസിക് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് പൈസ സമ്പാദിക്കാനും ഓപ്പർച്യൂണിറ്റീസും ഉള്ള അവന്യൂസ് ഇത് ഈ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഒരുപാട് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇപ്പോൾ NFT-യിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. ഫ്യൂച്ചർ ഈസ് ഗോയിങ് ടു ബി വെരി പ്രോമിസിങ് ഇൻ ദിസ് NFT വേൾഡ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി ബ്രീഫ് എന്ന് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട്. ബ്ലോക്ക് ചെയിൻ മാനേജ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഓൾറെഡി ബിറ്റ് കോയിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാം. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് ഇതിൻ്റെ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോനെ പറ്റി കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ എന്നോട് അറിയിക്കുക. സോ ദാറ്റ് വി ക്യാൻ ഡു മോർ വീഡിയോസ് അബൌട്ട് ദിസ് ടോപ്പിക്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് വീക്ക് വിത്ത് എ ഫ്രഷ് സബ്ജക്ട് ആൻഡ് താങ്ക് യു.